വെൽക്കം ടു അന്നാത്ത് വേൾഡ്. ഞാൻ ബാഗിൽ ബുക്കെല്ലാം തെറ്റാക്കണം. നാളെ സ്കൂളിൽ പോകണുണ്ട്. എന്തൊക്കെ ബോക്സിലേക്ക് എടുത്തു വെക്കണേന്നൊക്കെ കാണിച്ചു കൊടുത്തോ. പുതിയ ബോക്സ് കാണിച്ചു കൊടുത്തോ. എൻ്റെ പുതിയ ബോക്സ് ഇതുമുണ്ട്. 2 വശമുണ്ട്, 3 ഞാൻ ബോക്സിൽ പെൻസിലിടട്ടെ. പെൻസിൽ നോക്കിയേ, അവിടെ ഇരിക്കി കാണാൻ പറ്റണില്ല. ഞാൻ ബോക്സിൽ പെൻസിലിടട്ടെ. അയ്യോ, റബ്ബർ എടുത്തേ അമ്മ. ഇടണം. കണ്ടേ തന്നെ റബ്ബർ. വേറെ കട്ടറുണ്ട്, കട്ടർ കാണിച്ചിരുന്നു കേട്ടോ. ഞാൻ റബ്ബർ ഇടാം. കട്ടർ വെക്കാം. ഡൈനിങ് ടേബിളിന്റെ ഇനി റബ്ബറും കൂടി വെക്കാം. ഓക്കെ, റബ്ബർ നോക്കിയേ, പൂവിൻ്റെ റബ്ബറാ. കാണാൻ പറ്റില്ല. കണ്ട പേനയും വെച്ചേക്കാം. പേന വെക്കണം. പേന ഞാൻ നെയിം സ്ലിപ്പിൽ പേരെഴുതാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ പേന എടുത്തോണ്ട് പോകണം. ഇതെവിടെ വെച്ചേക്കണേ? ആരിഷിന്റെ പുതിയ ബോക്സിൽ സാധനങ്ങൾ വെച്ചു. ഇവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ പെൻസിലൊക്കെ ചെത്തിയിട്ട് വേണമെങ്കിൽ ഇവിടെ ഇട്ട് വെക്കാം. സ്കൂളിൽ വെച്ചിട്ട് കളയാൻ വേറെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് മാത്രം. വേണ്ട. എന്നാ സ്കൂള് തുറക്കണേ? ട്യൂസ്ഡേ മുതൽ കുട്ടി പഠിക്കാൻ പോവുകയാണ്. ബാഗ് മാറ്റുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഞങ്ങളിപ്പോൾ തുടങ്ങിയുള്ളൂ കേട്ടോ, ബുക്ക് പൊതിയാനും അറേഞ്ച് ചെയ്യാനും ഒക്കെ ആയിട്ട്. എനിക്ക് തോന്നണ ഏകദേശം 10:30 എന്തോ ആയും തോന്നണം. നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഇവന്റെ വാശി കാരണമാണ് ഇപ്പം ഇരുന്നത്. നാളെ സൺഡേ ആയിരുന്നു. നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവന് പറ്റത്തില്ല. ഇന്ന് തന്നെ അറേഞ്ച് ചെയ്യണം. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അങ്ങോട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. നാളെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കടയിലൊക്കെ പോകണം. അപ്പോൾ വിട്ടുപോയിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു കുട്ടി ഇതുണ്ടല്ലോ, ഇതേതാ 4 ലൈനാണ്. ഇങ്ങനത്തെ ബുക്സാണ് കേട്ടോ ഇവന് കൂടുതലും. അപ്പോൾ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 എണ്ണം ഈ ചെറുതുണ്ട്. അപ്പോൾ ഒരുമിച്ച് അങ്ങോട്ട് മുറിച്ചിട്ട് കിടക്കുന്ന സ്കെച്ച് ഒരുമിച്ച് ഇതങ്ങ് മുറിച്ചിട്ട് വേഗത്തിൽ അങ്ങോട്ട് പൊതിഞ്ഞെടുക്കാലോ എന്നാണ് എൻ്റെ ഒരു ചിന്ത. ട്യൂസ്ഡേ ആണ് കേട്ടോ ക്ലാസ് തുടങ്ങുന്നത്. ഞാനത് മൺഡേ ആയിരിക്കും. 1-ാം തീയതി മൺഡേ ആയതുകൊണ്ട് മിക്കവാറും മൺഡേ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ ലീവ് എടുത്തതൊക്കെ മൺഡേ ആണ്. ഇന്ന് വൈകുന്നേരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സർക്കുലർ വന്നത്. ട്യൂസ്ഡേ ആണ് റീ ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം ഒരു ദിവസം കൂടി എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ 2 എണ്ണമായി, 3. പക്ഷെ നിനക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ബുക്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ 3 നീക്കോക്കോടാ ഇത് ഈ ബുക്സ്. ഏത് സ്കൂളിലാണ് പോണേന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ ഏത് സ്കൂളിലാണ് പോണെന്നറിയോ? മഹിളാലയത്തിലാണ്. മഹിളാലയത്തിലാണ് കുട്ടി പോവാൻ പോകുന്നത്. ഇത്രയും മതി എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇത്രയും കട്ട് ചെയ്തെടുക്കാം. ബാക്കി പിന്നെ ചെയ്യാട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്താൽ പണിയാവോ? ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കാം. ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ പണിപ്പാളും. കണ്ടോ, ഇപ്പോൾ ഇത്രയും പീസുകൾ ഒരുമിച്ച് മടക്കിയിട്ടുണ്ട്. ഇതിനി മുറിക്കാൻ വേണ്ടിയിട്ട് പോകണം. കേക്ക് കട്ട് ചെയ്യുന്ന പോലെ നമുക്കിത് മുറിക്കാം. കത്രിക അപ്പുറത്തോട്ട് ചാടിപ്പോയി. മാറിടാ, ഒരു എടുക്കണോ? ഒന്ന് എടുത്തു തന്നെ ബുക്ക്. അപ്പോൾ ഫൈനലി നമ്മൾ ഇത്രയും ബുക്ക് പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 3-4 ബുക്കും കൂടി പൊതിയാനുണ്ട്. അപ്പോൾ ഇത് പൊതിയാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരെണ്ണം മറ്റേ ഒറ്റവരെ ബുക്ക് ഉണ്ടല്ലോ, ഒരെണ്ണം ഈ ബുക്കും
അങ്ങനത്തെ 2 എണ്ണവും പിന്നെ വരയിടാത്ത 2 എണ്ണവും ഉള്ളത് കേട്ടോ. അപ്പോൾ വരയിടാത്ത ബുക്ക് ഇതിന് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നെയിം സ്ലിപ്പ് ഒട്ടിച്ച് ചിലതൊക്കെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരി. ഇതെന്തത് വളഞ്ഞൊക്കെ പോയിട്ടുണ്ട്. പിന്നെ സാരമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ബാഗിൽ എടുത്ത് വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് മാത്സും കമ്പ്യൂട്ടർ ഇപ്പോൾ എടുക്കുന്നില്ല, ഹിന്ദി ലാംഗ്വേജുകൾ പിന്നെ മാത്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷും ഇതും എടുക്കുന്നുണ്ട്. 3 ടെക്സ്റ്റ് പിന്നെ 200 പേജിൻ്റെ നോട്ട് ഉണ്ട് കേട്ടോ. അതെ എടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിനി പൊതിയണ്ട. ഇത് ശരിക്കും എന്താ പറ്റിയെന്ന് അറിയാം, സ്കൂളിൽ നിന്ന് തന്നെ ഞങ്ങൾ ടെക്സ്റ്റും ബുക്കും വാങ്ങി. അത് കാരണം കറക്റ്റ് എണ്ണമായിരുന്നു സ്കൂളിൽ നിന്ന് തന്നത്. ഞങ്ങൾ പക്ഷേ വീട്ടിൽ വേറെ കുറച്ച് ഉണ്ടായിരുന്നത് കാരണം എല്ലാം കൂടി മിക്സ്ഡ് ആയിപ്പോയി എന്നുള്ളതാണ് സത്യം. ഒരു 2 ലൈനും കൂടെ എടുത്തോ. 2 ലൈൻ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ 2 ദിവസമൊക്കെ കഴിയും ഇവർക്ക് എന്തായാലും ഏതൊക്കെ ബുക്സാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒരു ഓർഡർ വരാൻ വേണ്ടിയിട്ട്, സബ്ജക്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരാനായിട്ട്. അപ്പോൾ അതുവരേക്കും ജസ്റ്റ് ഇത്രയും ബുക്ക് കൊടുത്തുവിടാമെന്ന് വിചാരിക്കുന്നത്. ബാഗ് എവിടെ? ബാഗ് ഇത് പുറകെ കിടക്കും. ഈ ബാഗ് സ്കൂളിൽ കൊണ്ടുപോകണ ബാഗ്. ഇതിലിപ്പോൾ തന്നെ എന്താ വെയിറ്റ് ഉണ്ടല്ലോ. ഇതൊന്നും ഇപ്പോൾ കൊണ്ടുപോകണ്ട കേട്ടോ. ക്രാഫ്റ്റ്, ഇതേ ഒരു ക്രാഫ്റ്റ് ബുക്ക് ഉണ്ട്. അതൊക്കെ മിസ്സ് പറയും, അപ്പോൾ കൊണ്ടുപോയാൽ മതിയേ. പിന്നെ ബുക്ക് ഫസ്റ്റ് എളിയിലൊക്കെ ഇതിൽ ബോക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റ് ഇങ്ങനെ താഴത്തോട്ട് തൂങ്ങുവേ. ബുക്കിൻ്റെ സൈഡിൽ വെച്ചാൽ മതി ബോക്സ്. അപ്പോൾ അത് സെറ്റായി. ഇത് രണ്ടും മിസ്സ് പറയുമ്പോൾ കൊണ്ടുപോയാൽ മതി. ഈ പശ ഇപ്പോഴേ കൊണ്ടുപോകേണ്ട ഒരാവശ്യമില്ല. ഇതിൽ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണെന്ന് ഓർത്തിട്ട് വാങ്ങിയതാണ്. ഫെവിക്കോൾ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ലഞ്ചും മറ്റേ വെള്ളമൊക്കെ വെക്കാനേ ഉള്ളൂ. ഇത്രയും ബുക്സാണ്, ഇത്രയും സാധനങ്ങളാണ് പുതിയ സ്കൂളിലോട്ട് ആരിഷ് കൊണ്ടുപോകാൻ പോണത്. എന്നെ വാശി പിടിച്ച് ഇന്ന് തന്നെ ബുക്ക് പൊതിയണം, ഇന്ന് തന്നെ എടുത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആള് 11:19 കേട്ടോ. 11:30 ആവാറായി. അവൻ പോയി കിടന്ന്. ഇനി ഞാൻ ഇവിടേക്ക് ഇതൊക്കെ എടുത്ത് വെക്കണമല്ലോ. നാളെ ഞായറാണ്, നാളെ എടുത്ത് വെക്കാം അല്ലേ. ഇന്നിപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ, ബാക്കി നാളെ എടുത്ത് വെക്കാം എന്നുള്ള ചിന്തയിൽ ഇതെല്ലാം ഇവിടെ തന്നെ വെച്ചുകൊണ്ട് ഞാൻ കിടക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. തെറ്റാ. ബൈ ബൈ.